ടിപ്പി കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള തീരുമാനത്തിന് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജയിൽ സൂപ്രണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് പുറത്തിറക്കി. ആ ലിസ്റ്റിൽ ടിപ്പി കേസിലെ 3 പ്രതികൾ അണ്ണൻ ഷിജിത്ത്, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള 3 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്നും ഇരട്ട ജീവപര്യന്തമാക്കിയിട്ടുണ്ട്. 20 വർഷത്തേക്ക് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിൻ്റെ സ്വന്തം തീരുമാനത്തിന് ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടെയല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.